SSC CGLന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണേ. നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ചാപ്റ്ററുമാണ്, ഒരുപാട് മാർക്സ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുമാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു സംഭവമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. പക്ഷേ എല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. അപ്പോൾ തുടങ്ങാമല്ലോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ നമ്പേഴ്സാണ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സിനകത്ത് വരുന്നത്? ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും കൗണ്ടിങ് നമ്പേഴ്സിനകത്ത് വരുന്നത്? യെസ്, 1 2 3 4 എറ്റ്സെട്ര അപ് ടു ഇൻഫിനിറ്റി അല്ലേ. 1 2 3 4 അങ്ങനെ പോകും നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 എറ്റ്സെട്ര ആയിരുന്നു അല്ലേ. അടുത്ത് നമുക്ക് പഠിക്കുന്നത് ഹോൾ നമ്പേഴ്സ് ആണ്. സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. അതായത് 0 1 2 3 ഇങ്ങനെ പോകും നമ്മുടെ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്തത് ഈവൻ നമ്പേഴ്സ് ആണ്. 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈവൻ നമ്പേഴ്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓഡ് നമ്പേഴ്സ് ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ്. ദെൻ ഇൻറ്റിജേഴ്സ്. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെറ്റിൽ പഠിക്കാനുള്ളത്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് വെച്ച് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 എറ്റ്സെട്ര ഇങ്ങനെ പോകും അല്ലേ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം അല്ലേ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. അടുത്ത ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3 എറ്റ്സെട്ര അതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സെറ്റ് എന്ത് വരും? 2 4 6 8 10 എറ്റ്സെട്ര ഇതാണ് ഈവൻ നമ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ വരുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 3 5 7 9 എറ്റ്സെട്ര ഇങ്ങനെ പോവും നമ്മുടെ ഓഡ് നമ്പേഴ്സ്. ദെൻ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു 1 2 3 4 എറ്റ്സെട്ര. അത് ഇൻറ്റിജേഴ്സ് ആണോ? ഇൻറ്റിജേഴ്സിൽ വേറെ എന്തൊക്കെ വരും? 0 ഇൻറ്റിജറിൽ വരുന്നതാണോ? ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -∞ മുതൽ സ്റ്റാർട്ട് ചെയ്ത് -3ഉം -2ഉം -1ഉം കഴിഞ്ഞ് 0 1 2 3 പാസ് ചെയ്ത് +∞ വരെ പോകുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ -∞ മുതൽ +∞ വരെയുള്ള നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രത്യേകിച്ച് ഇതിനെ മാത്രമായിട്ട് എടുത്ത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാറുണ്ട്. ഇൻറ്റിജേഴ്സിൽ നെഗറ്റീവ് ഉള്ളതിനെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാറുണ്ട്. ഇത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു സെറ്റിനെ നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ 0യും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പം മൈനസ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും കൂടെ ചേർന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിൽ നാച്ചുറൽ നമ്പേഴ്സ് ഓക്കെ ആണേ 1 2 3 4 എറ്റ്സെട്ര. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 0 1 2 3 4 എറ്റ്സെട്ര. ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 4 6 8 അങ്ങനെ പോവും. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 3 5 7 അങ്ങനെ പോവും. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ -∞ മുതൽ +∞ വരെ 0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇനി നമുക്ക് പഠിക്കാനുള്ളത് റാഷണൽ നമ്പേഴ്സ് എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്, ദെൻ പ്രൈം നമ്പേഴ്സ് എന്താണ്,
കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്? ഓക്കെ, ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ? എന്താണ് റാഷണൽ നമ്പേഴ്സ്? P/Q എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. മലയാളത്തിൽ ഭിന്നകങ്ങൾ എന്ന് പറയും. P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? ഒരു നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ എങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. എക്സാമ്പിൾ നോക്കാം. 1/2. ഇതൊരു റാഷണൽ നമ്പർ ആണ്. ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും ഉണ്ട് അല്ലെ. P/Q ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. 5 ഒരു റാഷണൽ നമ്പർ ആണോ? 5 ഒരു റാഷണൽ നമ്പർ ആണോ? ആണ്. 5നെ നമുക്ക് 10/2 എന്ന് എഴുതാം, 5/1 എന്ന് എഴുതാം അല്ലേ. P/Q ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. സോ അതും എന്താണ്? റാഷണൽ നമ്പർ ആണ്. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. അതിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സോ നെഗറ്റീവ് നമ്പേഴ്സോ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, 3/4, 7/3 ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഇറാഷണൽ നമ്പേഴ്സിനകത്ത് എന്തൊക്കെ വരും? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? ചില ഡെസിമൽ നമ്പേഴ്സ്, അതായത് എല്ലാ ഡെസിമലും ഇല്ല. ഇപ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ അതൊരു ഡെസിമൽ നമ്പറാണ്, പക്ഷെ അത് റാഷണലാണ്. കാരണം അതിനെ 5/2 എന്ന് എഴുതാം. 2.5നെ നമുക്ക് 5/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. 2.5നെ നമുക്ക് 5/2 എന്ന് എഴുതാൻ പറ്റും. പിന്നെ എന്താ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? P/Q ഫോമിൽ ഒരു കാരണവശാലും നമുക്ക് എഴുതാൻ പറ്റില്ല. എക്സാമ്പിൾ √2. √2 ഒരു ഇറാഷണൽ നമ്പറാണ്. അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. √3 ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ചില ഡെസിമൽസ് ഉണ്ടല്ലോ, 0.333333 എക്സെട്ര. 3 റിപ്പീറ്റഡ് ആയിട്ട് പോവുക അല്ലേ. 3 റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന ഈ ഡെസിമൽസിനെ നമുക്ക് 3/9 എഴുതാം. റെക്കറിങ് പഠിപ്പിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.44444 എക്സെട്ര. ഇതിനെ നമുക്ക് റാഷണൽ ആക്കാം, P/Q ഫോമിലാക്കാം. എന്ത് ചെയ്താൽ മതി? 4/9 എഴുതിയാൽ മതി. 4നെ 9 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് 0.444 എന്ന് വരുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന ഡെസിമൽസിനെ പോലും നമുക്ക് റാഷണൽ നമ്പേഴ്സിലാക്കാം. പിന്നെ ഇതെന്താ പ്രശ്നം? ഈ √2ഉം √3 ഒക്കെ റെക്കർ ചെയ്യാൻ പറ്റാത്ത ഡെസിമൽസ് ആണ്. നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റാത്ത ഡെസിമൽസ് ആണ്. റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ഒരു ഓർഡറും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് തോന്നുന്ന കണക്ക് റിപ്പീറ്റ് ചെയ്യുക അല്ലേ. √2ന്റെ വാല്യൂ ആലോചിച്ച് കഴിഞ്ഞാൽ, √3യുടെ വാല്യൂ ആലോചിച്ച് കഴിഞ്ഞാൽ നോക്കി, ഒരു ഇത് 0.3333 അതൊരു ഓർഡറാണ്. 3 തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 0.34343434 അതും ഓർഡറിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് റാഷണലിലോട്ട് മാറ്റാൻ പറ്റും. പക്ഷേ റാഡിക്കൽസിനെ √2നെയോ √3യെയോ √5നെയോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? P/Q ഫോമിൽ മാറ്റാൻ പറ്റില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ നോൺ റെക്കറിംഗ് ആയ ഡെസിമൽസ് ആണ്. അതായത് √2, √3, √5 ഒക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സിൻ്റെ മലയാളം അഭാജ്യ സംഖ്യകൾ എന്നാണ് കേട്ടോ. പ്രൈം നമ്പേഴ്സിൻ്റെ മലയാളം അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സ് എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഫാക്ടേഴ്സ് എന്താണെന്ന് അറിയണം. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഫാക്ടേഴ്സ്? ഘടകങ്ങൾ എന്ന് മലയാളം അല്ലേ. ഇപ്പം 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4നെ 1 കൊണ്ട് ഹരിക്കാൻ കഴിയുമല്ലോ. 4നെ 1 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റും, 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം 4ന്റെ ഘടകങ്ങളാണ് അല്ലേ. 4നെ 1 കൊണ്ടും 2 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയും. ഇതെല്ലാം 4ന്റെ ഘടകങ്ങളാണ്. അങ്ങനെ ഒരു സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ.
പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സിന് എത്ര ഫാക്ടേഴ്സേ ഉള്ളൂ? ഒൺലി 2 ഫാക്ടേഴ്സ്. ഒരു നമ്പറിന് 2 ഫാക്ടേഴ്സേ ഉള്ളെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ഹാവ് ഒൺലി 2 ഫാക്ടേഴ്സ്. ഒരു സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ ഏതൊക്കെയാ? പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഒൺലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ അല്ലേ? 2 ഫാക്ടേഴ്സ് മാത്രമേ പ്രൈം നമ്പേഴ്സിന് കാണൂ. അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ? ആ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ആ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ഒന്നും ആ സംഖ്യയും തന്നെയായിരിക്കും. 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഇപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 1ഉം ആ സെയിം നമ്പറും. ഫോർ എക്സാമ്പിൾ നോക്കേ, 2. 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2നെ 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? 3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3നെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഭാഗിക്കാൻ പറ്റും? 3നെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഭാഗിക്കാൻ പറ്റും? 1 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും അല്ലേ? 1 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5നെയോ 1 കൊണ്ടും 5 കൊണ്ടും ഭാഗിക്കാൻ പറ്റും. അപ്പോൾ 2, 3, 5, 7 ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? അഭാജ്യ സംഖ്യകൾക്ക് എക്സാമ്പിളാണ്. പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിളാണ്. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം കഴിഞ്ഞ SSCയുടെ MTSന് ചോദിച്ച ക്വസ്റ്റിനകത്ത് ആദ്യത്തെ 9 പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് ചോദിച്ചു. അപ്പോൾ അത് 9 പ്രൈം നമ്പേഴ്സ് അറിയാത്തവർക്ക് ആവറേജ് എഴുതാൻ പറ്റില്ല അല്ലേ? പിന്നെ പഠിക്കാൻ ഈസിയാണ്. പറഞ്ഞു തരാം എങ്ങനെ ഈ പ്രൈം നമ്പേഴ്സിനെ നമുക്ക് ഓർത്ത് വെക്കാം. എങ്ങനെ പ്രൈം നമ്പേഴ്സ് കറക്റ്റായിട്ട് 1 to 100 നമുക്ക് ഓർത്ത് വെക്കാം. വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ സെറ്റ് ഓഫ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട് അല്ലേ? 2, 3, 5, 7 ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പ്രൈം നമ്പേഴ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2, 3, 5, 7 ഇതാണ് ആദ്യത്തെ പ്രൈം നമ്പേഴ്സ്. പിന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെ വരും? പിന്നെ 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല. ദെൻ വരുന്നത് 11 ആണ് കേട്ടോ. 11, 13, 17, 19. 11, 13, 17, 19. ഓക്കെ. അപ്പോൾ പ്രൈം നമ്പേഴ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? 2, 3, 5, 7, 11, 13, 17, 19. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തനി എഴുതാൻ പറ്റും. ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പാടില്ല. പ്രൈം നമ്പേഴ്സിൽ ഈവൻ നമ്പേഴ്സ് ഒന്നും വരില്ല. കാരണം ഈവൻ നമ്പേഴ്സ് എല്ലാം 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യകളല്ലേ? 4 വരുമോ? 8 വരുമോ? 10 വരുമോ? കാരണം 10നെ 2 കൊണ്ട് ഭാഗിക്കാം, 12നെ 2 കൊണ്ട് ഭാഗിക്കാം. സോ 1ഉം ആ സെയിം നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരണമെങ്കിൽ ഓഡ് നമ്പേഴ്സേ വരും. ഈവൻ നമ്പേഴ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ 2, 3, 5, 7, 11, 13, 17, 19 ഇത്രയാണ് ആദ്യത്തെ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇത് അറിയാമെങ്കിൽ ബാക്കി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കേ. 23, 29. 23ഉം 29ഉം നോക്കി. ഇവിടെ 11 കഴിഞ്ഞ് 12 ഈവൻ നമ്പറാണ്. 13 എഴുതി. 14 ഈവൻ നമ്പറാണ്. 15 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. സോ 15 എഴുതണ്ട. 16 ഈവൻ നമ്പറാണ്. ദെൻ 17 എഴുതി. 18 വീണ്ടും ഈവൻ നമ്പറാണ്. ദെൻ 19 എഴുതി. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് അങ്ങനെ ഫില്ല് ചെയ്യാം. ദെൻ 23, 29. 23, 29 ഫില്ല് ചെയ്യാം. ഇനി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തേ. 31, 37 ഈ 2 സ്പേസ് അല്ലേ ഉള്ളായിരുന്നു ഫില്ല് ചെയ്യാൻ. 31, 37 മനസ്സിലായോ? 20 റേഞ്ചിൽ 23, 29 എഴുതുക. പിന്നെ ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്യുക. 31, 37. 40 റേഞ്ചിൽ 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ താഴെ എഴുതിയാൽ മതി. ഒന്നുകിൽ 41, 43, 47, 49 ആ റേഞ്ചേ വരും. അതിനപ്പുറത്ത് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അല്ലേ? ആ പ്രൈം നമ്പേഴ്സിനകത്ത് 20 റേഞ്ചിൽ വരുന്നത് 23ഉം 29ഉം, 30 റേഞ്ചിൽ 31ഉം 37ഉം, 40 റേഞ്ചിൽ 41 ഓക്കെ, 43 ഓക്കെ, 47 ഓക്കെ. പക്ഷെ 49 7ന്റെ സ്ക്വയർ ആണ്. 7ന്റെ സ്ക്വയർ ആണ് 49. സോ അത് വരത്തില്ല. 7ന്റെ സ്ക്വയർ ആണ് 49.
അത് വരില്ല. ദെൻ 50 റേഞ്ചിൽ വരുമ്പോഴത്തേക്കും 53, 59. 50 റേഞ്ചിൽ വരുമ്പോഴത്തേക്കും 53 ഉണ്ട്, 59 ഉണ്ട്. അടുത്ത 60 റേഞ്ചിൽ വരുമ്പം വീണ്ടും ഇവിടെ 20 റേഞ്ച് റിപ്പീറ്റ് ചെയ്തില്ലേ, അതുപോലെ 30യുടെ റേഞ്ച് അതുപോലെ ഫില്ല് ചെയ്താൽ മതി. 61, 67, 61ഉം 67ഉം. വീണ്ടും 70 റേഞ്ചിൽ 3 എണ്ണം, 71, 73, 77 11ന്റെ മൾട്ടിപ്പിൾ, അതുകൊണ്ട് അത് വേണ്ട. ദെൻ 79. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതാം, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വരാം. 2, 3, 5, 7, 11, 13, 15 ഇല്ല, 17, 19, then 23, 29, ഫില്ല് ചെയ്യുക. 31, 37, 40 റേഞ്ചിൽ 3 എണ്ണം, 41, 43, 47, 49 ഇല്ല. ദെൻ വീണ്ടും 23, 29 റിപ്പീറ്റ്, 53, 59, 31, 37 റിപ്പീറ്റ്, 61, 67, 3 നമ്പർ റിപ്പീറ്റ്, 71, 73, 77 ഇല്ല, പകരം 79 എഴുതണം. ദെൻ വീണ്ടും ഇത് റിപ്പീറ്റ്, 23, 29 റിപ്പീറ്റ് അല്ലേ, 83, 89. 90 റേഞ്ചിൽ മാത്രം ഒരേ ആളേ ഉള്ളൂ. ഒരുപാട് പ്രാവശ്യം PSC എക്സാംസിനൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നത് 90 റേഞ്ചിലെ കുറേ നമ്പേഴ്സ് എന്നിട്ട് ഓഡ് വൺ ഔട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഒരേ ഒരു നമ്പറേ ഉള്ളൂ 90 റേഞ്ചിൽ, 97. ഇത്രയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പം 1 to 50 നമുക്ക് 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 50 to 100 നമുക്കൊരു 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 1 to 100 നമുക്കൊരു 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 25 പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത്. ഇത്ര ഓക്കെ ആണല്ലോ. 25 പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്താ കോമ്പോസിറ്റ് നമ്പേഴ്സ്? ഒരു നമ്പറിന് 2 ഫാക്ടറേ ഉള്ളെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു നമ്പറിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. ഒരു നമ്പറിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. ഒരു നമ്പറിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾ നോക്കാം. 4, 6, 8, 9, 10 ഇതെല്ലാം എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾ. ആ 4, 6, 8, 9 അങ്ങനെ പോകുന്നു കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏതാ? 4 ആണ് കേട്ടോ. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ 1 എന്തതിനകത്ത് വരും? 1 എത്ര ഫാക്ടറേ ഉള്ളൂ? ഒരു ഫാക്ടറേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു ഫാക്ടറുള്ള 1 കോമ്പോസിറ്റ് നമ്പേഴ്സിനകത്തും പറയാൻ പറ്റില്ല, പ്രൈം നമ്പേഴ്സിനകത്തും പറയാൻ പറ്റില്ല. 2 ഫാക്ടർ ഉണ്ടെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം, 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാം. സോ 1ന് നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ ലിസ്റ്റിലും വരുത്താൻ പറ്റില്ല, കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ ലിസ്റ്റിലും വരുത്താൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രയും സെറ്റ് ഓഫ് നമ്പേഴ്സ് കഴിഞ്ഞു. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് ക്ലിയർ ആണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് ക്ലിയർ ആണെന്ന് മനസ്സിലായല്ലോ. പിന്നെ 1 കോമ്പോസിറ്റ് നമ്പറും അല്ല, പ്രൈം നമ്പറും അല്ല. ഒരു ചോദ്യം നോക്കാം നമുക്ക്. What least value must be assigned to star so that the number 63576 star 2 is divisible by 8? എങ്ങനെ ചെയ്യും? ഈ നമ്പർ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. ഏത് നമ്പറിനെ? ഈ നമ്പറിനെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. ഈ നമ്പറിനെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ ഈ സ്റ്റാറിന് കൊടുക്കാവുന്ന വാല്യൂ എന്താണ്? സ്റ്റാറിൻ്റെ വാല്യൂ 1 ആണോ, അതോ 2 ആണോ, അതോ 3 ആണോ, അതോ ഒരു 4 ആണോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് SSC CGL ഇപ്പം ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സ്റ്റാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ AB എന്നൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ A+B കണ്ടുപിടിക്കുക. 8 കൊണ്ട് 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ Xും Yയും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ X+Y കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ചെയ്യണമെങ്കിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിഞ്ഞിരിക്കണം. 8ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്, 9ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. 8, 9 ആണ് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ 8ൻ്റെയും 9ൻ്റെയും മൾട്ടിപ്ലൈ 72. ഈ സംഖ്യ 72 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, സ്റ്റാറിൻ്റെ വാല്യൂ എന്താണ്?
അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാം? ഇതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിവിസിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഞാനിപ്പം ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവല്ല, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞതാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ്. എല്ലാ സംഖ്യകളുടെയും 2, 3, 4 അങ്ങനെ നമുക്ക് ഒരു 9, 11 നമ്പേഴ്സിൻ്റെ എങ്കിലും മിനിമം ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഈസിയാണ്. എന്ത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്? ഒരു നമ്പർ തന്നിട്ട് 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ 2 കൊണ്ട് ഭാഗിച്ച് നോക്കുന്നത് ഒരു റോങ് അപ്രോച്ചാണ് അല്ലേ. നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണം. ടെസ്റ്റ് റിസൾട്ട് കണ്ടുപിടിക്കത്തില്ല, അതുപോലെ തന്നെ നമ്പർ നോക്കിയിട്ട് നമ്പർ കണ്ടിട്ട് മനസ്സിലാക്കണോ ഇതിനെ 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. ഒരു നമ്പർ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റണം ഇതിനെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ, 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ലയോ. അങ്ങനെ അതിനൊക്കെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 2ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിക്കാം. ഡിവിസിബിലിറ്റി ബൈ 2. ആദ്യം നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 2 പഠിക്കാം. 2ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ്? ഒരു നമ്പർ തന്നിരുന്നാൽ അത് ഡിവിസിബിൾ ബൈ 2 ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആദ്യം ഡിവിസിബിലിറ്റി ബൈ 2 ആണ്. ഒരു സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഡിജിറ്റ് ലാസ്റ്റ് കിടക്കുന്ന ഡിജിറ്റ്, അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഒരു സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഈ ലാസ്റ്റ് ഡിജിറ്റിൽ നിങ്ങൾ കാണുന്നത് ഒരു 0, 2, 4, 6, 8 ആണെങ്കിൽ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആയാൽ 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. ഒരു സംഖ്യ നോക്കേ, 3, 7, 2, 8. ഈ സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. കാരണം എന്താണ്? അവസാനത്തെ അക്കം നോക്കേ. അവസാനത്തെ അക്കം എന്താണ്? 8 ആണ്. 0, 2, 4, 6, 8 അവസാനം വന്നാൽ, അവസാനത്തെ അക്കമായിട്ട് 0, 2, 4, 6, 8 വന്നാൽ ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. 2ന്റെ ഡിവിസിബിലിറ്റി ഞാൻ ഒരുപാട് പറയുന്നില്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത്. നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 3 നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 3 നോക്കാം. ഒരു സംഖ്യയെ 3 കൊണ്ട് ഭാഗിക്കാൻ കഴിയുമോ ഇല്ലയോ എങ്ങനെ ചെക്ക് ചെയ്യാം? ആ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു സംഖ്യയെ 3 കൊണ്ട് ഭാഗിക്കാൻ കഴിയുമോ ഇല്ലയോ എങ്ങനെ ചെക്ക് ചെയ്യാം? സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. അക്കങ്ങളുടെ തുക നോക്കുക. സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. സംഖ്യകളുടെ അക്കങ്ങളുടെ തുക നോക്കുക. അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? 3ന്റെ ഗുണിതമായിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അക്കങ്ങളുടെ തുക മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. 3ന്റെ ഗുണിതമായിരിക്കണം. മനസ്സിലായോ? ഒരു സംഖ്യ തന്നിട്ട് 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എടുക്കുക. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. ആ സം ഓഫ് ഡിജിറ്റ്സ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ ഗുണിതം ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. 2, 7, 3, 6. 2, 7, 3, 6. സം ഓഫ് ഡിജിറ്റ്സ് ഒന്ന് എടുത്തേ. 2 + 7 + 3 + 6 എന്ത് വരും? 2 + 7 9, 9 + 9 18 എന്ന് വരും. 18 മൾട്ടിപ്പിൾ ഓഫ് 3 ആണല്ലോ. 18 മൾട്ടിപ്പിൾ ഓഫ് 3 ആണല്ലോ. സോ ആ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 3, 3, 3, 3, 6, 2, 1. ഈ നമ്പർ 3ന്റെ ഗുണിതമാണോ? അല്ലെങ്കിൽ ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? ഈ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ അക്കങ്ങളുടെ തുക എടുക്കണം അല്ലേ. 3 + 3 + 3 + 3 + 6 + 2 + 1 ശരിയല്ലേ? ഒന്ന് തുക എടുത്ത് നോക്കേ, എത്ര വരും? 4, 3, 12, 18, 20, 21 വരും. 21 3ന്റെ ഗുണിതമാണോ? 21 3ന്റെ ഗുണിതമാണല്ലോ. അപ്പൊ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റും.
പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ സമയം പോലെ 3+3+3+, അതിനകത്ത് ഒരു ട്രിക്ക് ആലോചിക്കാം. റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് 3, 3നെ ചുമ്മാ ആഡ് ചെയ്തിരുന്നാൽ 3ന്റെ ഗുണിതേ വരൂ. കാരണം 3ന്റെ അഡീഷൻ ആണ് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. 2 × 3 എന്ന് പറഞ്ഞാൽ 3+3 ആണ്. 3 × 3 എന്ന് പറഞ്ഞാൽ 3+3+3 ആണ് അല്ലേ. സോ റിപ്പീറ്റഡ് ആയിട്ട് 3 ആഡ് ചെയ്യുന്നതിന് പകരം ആ 3 അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി അല്ലേ. 3യുടെ കൂടെ 3 ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? 3യുടെ മൾട്ടിപ്ലൈ കിട്ടും. ഈ 3s എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ തന്നെ കിട്ടും. അതുപോലെ 6ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്, 2 + 1ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എല്ലാം 3യുടെ മൾട്ടിപ്ലൈ. മനസ്സിലായോ? സം ഓഫ് ഡിജിറ്റ്സിൽ ഓരോ നമ്പർ എടുത്ത് ആഡ് ചെയ്യേണ്ട കേസ് ഇല്ല. 3യുടെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാരണം 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ എപ്പോഴും 3ന്റെ ഗുണിതേ വരും അല്ലെ. 3ഉം 3ഉം കൂടെ കൂട്ടിയാൽ 3ന്റെ ഗുണിതേ വരും. 9ഉം 9ഉം കൂടെ കൂട്ടിയാൽ 3ന്റെ ഗുണിതേ വരും അല്ലെ. 3ന്റെ ഗുണിതങ്ങൾ പരസ്പരം കൂട്ടിയാൽ 3ന്റെ ഗുണിതമേ വരും. 3ഉം 3ഉം കൂട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. 3ഉം 6ഉം കൂട്ടിയാൽ 3ന്റെ ഗുണിതമാണ്. ശരിയല്ലേ? 9ഉം 6ഉം കൂട്ടിയാലോ? 2 3ന്റെ ഗുണിതങ്ങൾ കൂട്ടി എപ്പോഴും എന്തേ വരൂ? 3ന്റെ ഗുണിതേ വരൂ. സോ ആ ഒരു ട്രിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ തരുന്നു 7 2 3 6, 3ന്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുക. ഈ സംഖ്യയെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? ഈ സംഖ്യയെ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമോ? 7ഉം 2ഉം 9, 6ഉം 3ഉം 9, 9ഉം 9ഉം 18 അല്ലേ. സോ 3ന്റെ കോമ്പിനേഷൻ ആക്കി അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസിന്റെ കോമ്പിനേഷൻ ആക്കി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. മനസ്സിലായോ? കുറേ 3s തന്നിട്ട് കുറേ 6 തന്നിട്ട് 3ന്റെ അല്ലെങ്കിൽ കുറേ 9 ഒക്കെ മിക്സ് ചെയ്ത് തന്നിട്ട് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മൾട്ടിപ്പിൾ ആണ്, 6 മൾട്ടിപ്പിൾ ആണ്, 6 മൾട്ടിപ്പിൾ ആണ്, 9 മൾട്ടിപ്പിൾ ആണ്, 9 മൾട്ടിപ്പിൾ ആണ്, 3 മൾട്ടിപ്പിൾ ആണ്, 3 മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ ക്യാൻസൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമുക്കത്. ഞാൻ നേരത്തെ ഇട്ട ക്വസ്റ്റനൊക്കെ ആ ഒരു ടൈപ്പാണ്. പ്രോബ്ലംസ് ചെയ്യേണ്ടതൊക്കെ ആ ഒരു ടൈപ്പിലാണ്. നമ്പേഴ്സ് ക്യാൻസൽ ചെയ്ത് ചെയ്യണം. സോ അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ 3ന്റെ ഗുണിതം കിട്ടണമെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ 3ന്റെ ഗുണിതം കിട്ടും എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിവിസിബിലിറ്റി ബൈ 2 പഠിച്ചു. ഡിവിസിബിലിറ്റി ബൈ 2 എന്തായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റിൽ എന്ത് കാണണം? 0 2 4 6 8 ഇവ ഉണ്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ്. അടുത്ത് നമ്മൾ പഠിച്ച ഡിവിസിബിലിറ്റി ബൈ 3 ആണ്. സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ മതി. സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഡിവിസിബിലിറ്റി ബൈ 4 ആണ്. ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഒരു സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എങ്ങനെ ചെക്ക് ചെയ്യാം? ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. ആ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ, 0 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, 4ന്റെ ഗുണിതമോ ആണെങ്കിൽ, ആദ്യത്തെ അവസാനത്തെ 2 അക്കങ്ങൾ 0 4ന്റെ ഗുണിതമോ ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ 2 7 3 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിൽ നോക്കണ്ട, അവസാനത്തെ 2 അക്കം നോക്കിയേ. 36 4ന്റെ ഗുണിതമല്ലേ? 9 4 36. സോ പറ്റും. വേറെ എക്സാമ്പിൾ നോക്കി 228 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും, കാരണം ലാസ്റ്റ് 2 ഡിജിറ്റ് 28 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ 8ന്റെ, ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയട്ടെ, 8ന്റെ ഡിവിസിബിലിറ്റി അങ്ങനെയാണ്. ലാസ്റ്റ് 3 ഡിജിറ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് 3 ഡിജിറ്റിൽ 0യോ മൾട്ടിപ്പിൾ ഓഫ് 8 ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തെ 3 ഡിജിറ്റ് നോക്കുക. അവസാനത്തെ 3 അക്കങ്ങൾ 0 ആണെങ്കിലും 8ന്റെ ഗുണിതമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 8ന്റെ ഡിവിസിബിലിറ്റി അല്ലായിരുന്നോ ചോദിച്ചിരുന്നത്? നമുക്കൊന്ന് നോക്കാവേ. What least value assigned to star so that the number 6 3 5 7 6 star 2 is divisible by 8. 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റണമെങ്കിൽ അവസാനത്തെ 3 അക്കം നോക്കണം. ഈ അവസാനത്തെ 3 അക്കങ്ങൾ 6 star 2. ഇതിനെ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ സംഖ്യ മൊത്തത്തിൽ 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്താ ചെയ്ത് നോക്കണ്ടേ? 612നെ 8 കൊണ്ട് ഭാഗിച്ച് നോക്കാം. 622നെ 8 കൊണ്ട് ഭാഗിച്ച് നോക്കാം.
632 8 കൊണ്ട് ഭാഗിച്ച് നോക്കാം. 642 8 കൊണ്ട് ഭാഗിച്ച് നോക്കാം. ഇതും കുറച്ച് ലോങ് വേ ആണ്. ഇതിനകത്ത് ഇനിയും ഷോർട്ട് കട്ട് ഉണ്ട്. അത് കുറച്ചുകൂടി ഡിവിസിബിലിറ്റി ടെസ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിത് ചെയ്യുക. 612 8 കൂടെ ഭാഗിച്ച് നോക്കുമ്പോൾ പറ്റില്ല, ഇതും പറ്റില്ല. നോക്കി 632 8 കൊണ്ട് ഭാഗിച്ച് നോക്കാം. എത്ര വരും? 7 8 56, 56 ശിഷ്ട 7, 9 8 72. കണ്ട ഭാഗിക്കാൻ പറ്റി. 79 × 8 ആണ് 632. 632 നമുക്ക് 8 കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ ആ സ്റ്റാറിൻ്റെ അടുത്ത് വരുന്ന സംഖ്യ 3 ആണ്. ഇതിനകത്ത് ഇനിയും കുറേ ട്രിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. 4ന്റെ ഡിവിസിബിലിറ്റിയും കൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് 32 എത്താൻ പറ്റും. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് കൂടുതൽ അഡ്വാൻസ് ലെവലിലോട്ട് ഡിവിസിബിലിറ്റി ഒക്കെ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഷോർട്ട് കട്ട്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്